അടിപ്പാതയ്ക്കായി പ്രതിഷേധാഗ്നി ഉയർത്തി ആയിരങ്ങൾ. ദേശീയപാത 66-ൽ കൂനമ്മാവിൽ അനിവാര്യമായ അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ പ്രക്ഷോഭവും റിലേ സത്യാഗ്രഹവും ഒരു മാസം തികയുകയാണ്. സമരത്തിൻ്റെ 26-ാം ദിവസം നടന്ന പ്രതിഷേധ ജ്വാലയിൽ പുതിയ ദേശീയപാത 66-ൽ ആയിരങ്ങളാണ് അണിനിരന്നത്. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരിയും കൺവീനറും പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനുമായ ബിജു പഴമ്പിള്ളിയും VH ജമാലും ചേർന്ന് പന്തങ്ങൾ കത്തിച്ച് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. സമരജ്വാലയിൽ പങ്കെടുത്തവർ മുദ്രാവാക്യം മുഴക്കി അരമണിക്കൂറോളം പ്രതിഷേധാഗ്നി ഉയർത്തി പുതിയ ഹൈവേയിൽ നിന്നു. സ്ത്രീകളും പ്രായമായവരുമടക്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ എത്രത്തോളം പ്രാധാന്യവും ഗൗരവമുള്ള വിഷയമാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇനി കൂനമ്മാവിനെക്കുറിച്ച് പറയാം. അറിവ് പകരാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി നിൽക്കുന്ന 7ഓളം വിദ്യാലയങ്ങൾ, തൊഴിൽ പഠിപ്പിക്കുന്ന 2 പ്രശസ്ത സ്ഥാപനങ്ങൾ, 5ഓളം ബാങ്കുകൾ, പ്രശസ്തമായ 5ഓളം ആരാധനാലയങ്ങൾ, പേരുകേട്ട മാർക്കറ്റ്, വായനശാല, ബോയ്സ് ഹോം, 2 ഹോസ്പിറ്റൽ, അക്ഷയ കേന്ദ്രം, അശരണർക്കായി ഇവാഞ്ചൽ ആശ്രമം, 5ഓളം കോൺവെന്റ്, എല്ലാത്തരം വ്യാപാര സ്ഥാപനങ്ങൾ, ഇനിയും പറയാൻ വിട്ടുപോയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഈ എല്ലാ സൗകര്യങ്ങളാലും തല ഉയർത്തി നിൽക്കുന്ന കൂനമ്മാവും അതിൽ സന്തോഷിക്കുന്ന ജനതയും. ഇവിടെയുള്ള കുറവ് തടസ്സം കൂടാതെയുള്ള യാത്രാ സൗകര്യം തന്നെയാണ്. വീതി കൂടിയ റോഡ് ജനങ്ങളുടെ ആവശ്യവും സ്വപ്നവും തന്നെ, അതിൽ ഒരു സംശയവുമില്ല. ഏതാണ്ട് 10-18 അടി ഉയരത്തിൽ വൻമതിലിനു മുകളിലൂടെ ഹൈവേ കടക്കുമ്പോൾ നിലവിലുള്ള എല്ലാ സൗകര്യവും കൂനമ്മാവിലെ ജനത്തിന് നഷ്ടപ്പെടുത്തി നാടിനെ തുറങ്കലിലടക്കും വിധം തന്നെ വികസനം സാധ്യമാകൂ എന്ന് പറയുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെട്ട് ദുരിതത്തിലാകുന്ന ഈ ജനത സമരവുമായി മുന്നോട്ട് വന്നത്. അടിപ്പാത വേണമെന്നുള്ളത് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം തന്നെയാണ്. വികസനത്തിന് ആരും എതിരല്ല. പക്ഷേ വികസനങ്ങൾ നടക്കുമ്പോൾ പ്രദേശവാസികളുടെ ക്ഷേമവും കൂടി നോക്കണം. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാവുന്നത്. ദേശീയപാതയിൽ നടന്ന പ്രതിഷേധാഗ്നിക്ക് ശേഷം പ്രതിഷേധ ധർണയും നടന്നു. ബന്ധപ്പെട്ട അധികാരികൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു നാട് മുഴുവനായി അടിപ്പാതയെന്ന ന്യായമായ ആവശ്യത്തിനു വേണ്ടി പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു ജനത പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.